നിങ്ങൾ വീഡിയോ ഓണാക്കി വീഡിയോ കണ്ട് എന്നോടൊപ്പം തന്നെ ചെയ്യാൻ ട്രൈ ചെയ്യുക. പിന്നെ ശരീരഭാരം കുറയുവാൻ ട്രൈ ചെയ്യുന്നവർ നന്നായിട്ട് ഒരു ഡയറ്റ് കൂടി ഫോളോ ചെയ്യണം. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയത് നിങ്ങൾ മധുരമുള്ള വസ്തുക്കൾ പരിപൂർണമായിട്ടും ഒഴിവാക്കാൻ നോക്കുക. അതുപോലെ അരി ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക. കൂടാതെ എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ചും ബേക്കറിയിൽ നിന്നും വാങ്ങിക്കുന്ന അൺഹെൽത്തി ആയ ഫുഡ്, ഇത്തരം സാധനങ്ങൾ കഴിവതും ഒഴിവാക്കാൻ നോക്കുക. പിന്നെ ഭക്ഷണത്തിന് ഒരു കൺട്രോൾ കൂടി ചെയ്യുക. ഇതുകൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരീരഭാരം കുറയ്ക്കാൻ നല്ലൊരു റിസൾട്ട് കിട്ടും. ആദ്യം നിങ്ങൾ മാറ്റിൽ എഴുന്നേറ്റ് നിൽക്കുക. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നിന്നതിന് ശേഷം നിങ്ങൾ മാറ്റിൻ്റെ മുന്നിൽ വരിക. ഇതുപോലെ ഒരല്പം കാല് ചേർത്ത് വയ്ക്കാം. അതിനുശേഷം ഒരല്പം ബാക്കിലോട്ട് ഇറങ്ങി നിൽക്കുക മാറ്റിൻ്റെ. അപ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ഒരുമിച്ച് ചെയ്യുക. വീഡിയോ കണ്ട് ഒരുമിച്ച് ചെയ്യുക. ഇനി നിങ്ങൾ വലതുകാല് പിന്നോട്ട് ഇതുപോലെ ഇറക്കി വയ്ക്കുക. ഇതുപോലെ. അതിനുശേഷം ഈ വലതുകാലിൻ്റെ ഫൂട്ട് ഒരല്പം അകത്തേക്കാക്കി വെക്കണം. ഒരിക്കലും പുറത്തേക്ക് വെക്കരുത്, അകത്തേക്കാക്കി വയ്ക്കുക. ഇനി നമുക്ക് ആരംഭിക്കാം. ഈ രണ്ട് കൈകളും നിങ്ങളുടെ പിന്നിൽ ഇതുപോലെ ഇൻ്റർലോക്ക് ചെയ്യുക. ഇതുപോലെ ചെസ്റ്റ് നന്നായിട്ട് ഓപ്പൺ ചെയ്ത് പിടിക്കുക. അതുപോലെ നട്ടെല്ല് നിവർത്തി പിടിക്കുക. നമുക്ക് ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് മുന്നിലേക്ക് വളയുന്ന ഒരു പ്രാക്ടീസാണ് നമ്മൾ ചെയ്യുന്നത്. 5 റൗണ്ട് വലത് സൈഡും 5 റൗണ്ട് ഇടത് സൈഡും. നമുക്ക് ആരംഭിക്കാം. എന്നാൽ അപ്പോൾ ബ്രീത്തിങ് എൻ്റെ ഒപ്പം ചെയ്യുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഇനി ശ്വാസം വിട്ടുകൊണ്ട് ആവുന്നത്ര മുന്നോട്ട് വളയുക. കൈകൾ ശരിക്കും ഉയർത്തുക. ശ്വാസം എടുത്തുകൊണ്ട് അപ്പ് ചെയ്യുക. പിന്നോട്ട് മെല്ലെ ഒന്ന് വളയുക. ഒരു റൗണ്ടായി. ശ്വാസം വിട്ടുകൊണ്ട് ആവുന്നത്ര മുന്നോട്ട് വളയുക. കൈകൾ ശരിക്കും ഉയർത്തുക. ശ്വാസം എടുത്തുകൊണ്ട് അപ്പ് ചെയ്ത് മെല്ലെ പിന്നോട്ട് വളയുക. 2 റൗണ്ടായി. ബോഡി ശരിക്കും ബാലൻസ് ചെയ്യണം. ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വളയുക. ആവുന്നത്ര കൈകൾ ശരിക്കും ഉയർത്തുക. ശ്വാസം എടുത്തുകൊണ്ട് അപ്പ് ചെയ്ത് മെല്ലെ പിന്നോട്ട് വളയുക. ഇതുപോലെ 3 റൗണ്ടായി. ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വളയുക. ആവുന്നത്ര ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്ന് മെല്ലെ പിന്നോട്ട് വളയുക. ഇനി നമ്മൾ 4ാമത്തെ റൗണ്ടാണ്. 5ാമത്തെ റൗണ്ടാണ് ചെയ്യാൻ പോകുന്നത്. അവസാന റൗണ്ട്. ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വളയുക. മാക്സിമം കൈകൾ ശരിക്കും ഉയർത്തുക. തല മുട്ടുകാലിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്ന് മെല്ലെ പിന്നോട്ട് വളഞ്ഞ് മുകളിലോട്ട് നോക്കുക. അതിനുശേഷം 2 കാലും ചേർത്ത് വയ്ക്കുക, അടുപ്പിച്ച് വയ്ക്കുക. ഇനി നിങ്ങൾ ഇടതുകാൽ പിന്നോട്ട് വയ്ക്കുക. ഇടതുകാൽ ഒരല്പം ഉള്ളിലേക്ക് ചെരിച്ച് വെക്കണം. ഈ 2 കൈകളും പിന്നിൽ ഇൻ്റർലോക്ക് ചെയ്യുക. നമ്മൾ ഓപ്പോസിറ്റ് സൈഡാണ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും സ്ട്രെച്ച് ചെയ്ത് നെഞ്ച് ഓപ്പൺ ചെയ്ത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് ആവുന്നത്ര മുന്നോട്ട് വളഞ്ഞ് കൈകൾ ശരിക്കും ഉയർത്തുക. ശ്വാസം എടുത്തുകൊണ്ട് അപ്പ് ചെയ്ത് മെല്ലെ പിന്നോട്ട് വളയുക. ശ്വാസം വിട്ടുകൊണ്ട് വളഞ്ഞ് തല മുട്ടുകാലിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. കൈ ശരിക്കും ഉയർത്തുക. ശ്വാസം എടുത്ത് അപ്പ് ചെയ്ത് മെല്ലെ പിന്നോട്ട് വളയുക. 2 റൗണ്ടായി. 3ാമത്തെ റൗണ്ട്. ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വളയുക. കൈകൾ ശരിക്കും ഉയർത്തുക. ശ്വാസം എടുത്തുകൊണ്ട് അപ്പ് ചെയ്ത് മെല്ലെ പിന്നോട്ട് വളയുക. 4ാമത്തെ റൗണ്ട്. ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വളയുക. മാക്സിമം കൈകൾ ഉയർത്തുക. തല മുട്ടുകാലിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് അപ്പ് ചെയ്ത് മെല്ലെ പിന്നോട്ട് വളയുക. അവസാന റൗണ്ട്. ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വളയുക. ആവുന്നത്ര കൈകൾ ഉയർത്തുക. ശരിക്കും ഉയർത്തുക കൈകൾ. ഇനി ശ്വാസം എടുത്തുകൊണ്ട് അപ്പ് ചെയ്ത് മെല്ലെ പിന്നോട്ട് വളയുക. വെരി ഗുഡ്. ഇനി റിലാക്സായി 2 കാലും ഒരുമിച്ച് വയ്ക്കുക യോഗ മാറ്റിന് മുന്നിൽ. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് 2 കൈകളും ഉയർത്തി നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യണം. മുകളിലോട്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. കൈകൾ നിങ്ങളുടെ മുകളിൽ സീലിങ്ങിൽ തൊടാൻ നോക്കുക. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. നന്നായിട്ട് വയറ് ഉള്ളിലേക്ക് ചൊട്ടിക്കുക. ബട്ടക്സ് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് മെല്ലെ ഒന്ന് പിന്നോട്ട് വളയുക. മെല്ലെ. ഇനി ശ്വാസം വിട്ട് ആവുന്നത്ര മുന്നോട്ട് വളയുക. കൈകൾ മാറ്റിൽ തൊടാൻ പറ്റുമെങ്കിൽ മാറ്റിൽ തൊടുക. പറ്റില്ലെങ്കിൽ ഇതുപോലെ നിൽക്കുക. ഒന്ന് ഹോൾഡ് ചെയ്യുക. ആ ഒരു പൊസിഷനിൽ മാക്സിമം ഡൗൺ ചെയ്യാൻ നോക്കുക. കൈ നിലത്ത് മുട്ടിക്കാൻ നോക്കുക. ഇതുപോലെ വയറ് ഉള്ളിലേക്ക് ചുക്കി പിടിക്കണം. എന്നിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുക നിലത്ത് മുട്ടിക്കാൻ വേണ്ടി.
അതിനുശേഷം ഒരു മിനിറ്റോ അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് മിനിമം ഇതുപോലെ ട്രൈ ചെയ്ത ശേഷം നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ ഇതുപോലെ നിൽക്കുക. ഇനി നിങ്ങൾ വലതുകാല് പിന്നോട്ട് വയ്ക്കുക, ആവുന്നത്ര ഇതുപോലെ പിന്നോട്ട് വയ്ക്കുക. നിങ്ങൾക്ക് കാലിൻ്റെ പാദം സ്ട്രെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ വയ്ക്കാം. ഇനി നമ്മൾ കൈകൾ ഇതുപോലെ ഉയർത്തുന്ന ഒരു വ്യായാമമാണ് ചെയ്യുന്നത്. 5 റൗണ്ട് വലത് സൈഡും 5 റൗണ്ട് ഓപ്പോസിറ്റ് സൈഡും. അപ്പോൾ എന്നോടൊപ്പം ബ്രീത്ത് ചെയ്യാൻ ശ്രമിക്കുക. ബ്രീത്തിങ്ങും എന്നോടൊപ്പം തന്നെ ചെയ്യുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് 2 കൈകളും ഉയർത്തുക, അരക്കെട്ട് താത്തുക. ശ്വാസം വിട്ടുകൊണ്ട് 2 കൈകളും മാറ്റിൽ വയ്ക്കുക. ശ്വാസം എടുത്ത് 2 കൈകളും ഉയർത്തുക, മുകളിലോട്ട് നോക്കുക. ശ്വാസം വിട്ടുകൊണ്ട് 2 കൈകളും താഴ്ത്തുക. 2 റൗണ്ടായി. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും ഉയർത്തുക, ശരിക്കും സ്ട്രെച്ച് ചെയ്യണം. ശ്വാസം വിട്ടുകൊണ്ട് ഡൗൺ ചെയ്യുക. 3 റൗണ്ടായി. 4ാമത്തെ റൗണ്ട്. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും ഉയർത്തുക, മെല്ലെ മുകളിലോട്ട് നോക്കി പിന്നോട്ട് വളയുക. ശ്വാസം വിട്ടുകൊണ്ട് ഡൗൺ ചെയ്യുക. 4 റൗണ്ടായി. 5ാമത്തെ റൗണ്ട്. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും ഉയർത്തുക, മുകളിലോട്ട് നോക്കുക. ഇനി 2 കൈകളും താഴ്ത്തി മാറ്റിൽ വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ഇടതുകാൽ പിന്നോട്ട് വെച്ച് പ്ലാങ്ക് പോസിൽ വരിക. ഇതുപോലെ പ്ലാങ്ക് പോസിൽ വരിക. ഇനി വലതുകാൽ മുന്നോട്ട് വയ്ക്കുക. നമുക്ക് ആരംഭിക്കാം. 1ാമത്തെ റൗണ്ട്. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും ഉയർത്തി മെല്ലെ പിന്നോട്ട് വളയുക. ശ്വാസം വിട്ടുകൊണ്ട് 2 കൈകളും മാറ്റിൽ മുട്ടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും ഉയർത്തി പിന്നോട്ട് വളയുക. ശ്വാസം വിട്ടുകൊണ്ട് 2 കൈകളും മാറ്റിൽ വയ്ക്കുക. 2 റൗണ്ടായി. ശ്വാസം എടുത്തുകൊണ്ട് 2 കൈകളും ഉയർത്തുക, മെല്ലെ പിന്നോട്ട് വളയുക. ശ്വാസം വിട്ടുകൊണ്ട് ഡൗൺ ചെയ്യുക. 3 റൗണ്ടായി. 4ാമത്തെ റൗണ്ട്. ശ്വാസം എടുത്തുകൊണ്ട് ഉയരുക. ബോഡി ശരിക്കും ബാലൻസ് ചെയ്യണം. നിങ്ങൾ ബാലൻസ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ വീഴാൻ സാധ്യതയുണ്ട്. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുക. 5ാമത്തെ റൗണ്ട്. ശ്വാസം എടുത്തുകൊണ്ട് മെല്ലെ 2 കൈകളും ഉയർത്തുക. ചെസ്റ്റ് ശരിക്കും ഓപ്പൺ ചെയ്യുക. കൈകൾ ഡൗൺ ചെയ്യുക. റിലാക്സ് ആവുക. ഇനി വലതുകാൽ കൂടി മുന്നോട്ട് കയറ്റി വയ്ക്കുക, ഇതുപോലെ. ഇനി ആവുന്നത്ര തല ശരിക്കും താഴ്ത്തുക, താഴോട്ട് കൊണ്ടുവരിക, ഇതുപോലെ. ഇനി നിങ്ങൾ മെല്ലെ കാലുകൾ മടക്കി മാറ്റിലേക്ക് കിടക്കുക, ഇതുപോലെ മലർന്ന് കിടക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനുള്ള ഒരു വ്യായാമമാണ്. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അത് ചെയ്യുന്നത് നിങ്ങൾ കാലുകൾ അടുപ്പിച്ച് വെച്ച് മെല്ലെ കാലുകൾ ഉയർത്തി അതിനുശേഷം മടക്കി ഇതുപോലെ സ്ട്രെച്ച് ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കാല് നിലത്ത് മുട്ടിക്കാതെ, മാറ്റിൽ മുട്ടിക്കാതെ ചെയ്യാൻ ശ്രമിക്കുക, പറ്റുമെങ്കിൽ. അല്ലെങ്കിൽ കാല് നിലത്ത് മുട്ടിക്കുക, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. മാറ്റിനെ സൈഡിൽ മാറ്റിൽ കിടന്ന് 2 കൈയും അരക്കെട്ടിനരികിൽ വയ്ക്കുക. ശ്വാസം എടുക്കുക നന്നായിട്ട്. 2 കാലുകളും ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് കാല് മടക്കി നെഞ്ചോട് ചേർത്ത് കൊണ്ടുവരിക. ഇനി മെല്ലെ ശ്വാസം എടുത്ത് 2 കാലും സ്ട്രെച്ച് ചെയ്യുക. 2 കാലുകളും ഉയർത്തുക. ശ്വാസം വിട്ട് 2 കാലുകളും മടക്കുക. 2ാമത്തെ റൗണ്ടാണ്. ഇനി മെല്ലെ കാലുകൾ സ്ട്രെച്ച് ചെയ്യുക. 3ാമത്തെ റൗണ്ട്. 2 കാലുകളും ഉയർത്തുക. ശ്വാസം വിട്ട് ബെൻഡ് ചെയ്യുക. ശ്വാസം എടുത്ത് സ്ട്രെച്ച് ചെയ്യുക. 3ാമത്തെ റൗണ്ടായി. 2 കാലുകളും ഉയർത്തുക. ശ്വാസം വിട്ട് ബെൻഡ് ചെയ്യുക. ഇനി 2 കാലുകളും സ്ട്രെച്ച് ചെയ്യുക. കാല് നിലത്ത് മുട്ടിക്കരുത്. 5ാമത്തെ റൗണ്ട്. 2 കാലുകളും ഉയർത്തുക. ഇനി കാലുകൾ മടക്കുക. കാല് സ്ട്രെച്ച് ചെയ്യുക മാക്സിമം. കാല് നിലത്ത് മുട്ടിക്കരുത്. സ്റ്റോപ്പ്. അവിടെ ഹോൾഡ് ചെയ്യുക. ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം. 2 കാലുകളും മടക്കുക. ശ്വാസം വിടുക. കാലുകൾ ഉയർത്തുക. ഇനി കാലുകൾ താഴ്ത്തുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. കാല് നിലത്ത് മുട്ടിക്കരുത്. കാലുകൾ മടക്കുക. നെഞ്ചോട് ശ്വാസം വിടുക. കാലുകൾ ഉയർത്തി. ഇനി 2 കാലുകളും താഴ്ത്തുക. ശ്വാസം എടുക്കുക. നിലത്ത് കാല് മുട്ടിക്കരുത്. 2 കാലുകളും മടക്കുക. നെഞ്ചോട് മുട്ടിക്കാൻ നോക്കുക. ശ്വാസം വിടുക. 3ാമത്തെ റൗണ്ടാണ്. ഇനി കാലുകൾ ഉയർത്തുക. ശ്വാസം എടുക്കുക.
മെല്ലെ ഡൗൺ ചെയ്യുക. കാല് നിലത്ത് മുട്ടിക്കരുത്. 4ാമത്തെ റൗണ്ട് 2 കാലുകളും മടക്കുക. ഇനി ഉയർത്തുക. ഇനി കാലുകൾ താഴേക്ക് കൊണ്ടുവരിക. താഴെ എത്താറാവുമ്പോൾ ശ്വാസം എടുക്കുക. 4 റൗണ്ടായി. ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുക. 2 കാലുകളും മടക്കുക. ശ്വാസം വിടുക. ഇനി 2 കാലുകളും അപ്പ് ചെയ്യുക. ഈ 2 കാലുകളും ഡൗൺ ചെയ്യുക. ശ്വാസം എടുക്കുക. കാല് നിലത്ത് മുട്ടിക്കരുത്. ആ ഒരു പൊസിഷനിൽ ഒരല്പസമയം ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹോൾഡ് ചെയ്യുക. അത് നിങ്ങളുടെ കോർ മസിൽസിന് കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ്. ഇനി നിങ്ങൾ മാറ്റിൽ റിലാക്സ് ആവുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്തേ.